അടിപൊളി എന്ന് പറയണേനും നല്ലത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൊളർ ടൈമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഈ പിള്ളേർ ഇപ്പോഴും ജീവനോട് ഉണ്ടോ എന്ന് ചോദിക്കും. ഫീനോയിലൊക്കെ വേണ്ട, അത് പറഞ്ഞു കഴിഞ്ഞാൽ നാണങ്ങൾ, അത് പിന്നെ പറയാം. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര കൈൻഡ് ഹാർട്ടഡ് ആണ്, ഭയങ്കര സ്നേഹമാണ്. അത് പുറത്ത് കാണിക്കില്ല, ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടും എനിക്ക് അതേ കൂടുതൽ പറയാനുള്ള ഭയങ്കരമായിട്ട് തന്നെയാണ് ഞങ്ങൾ മിസ് ചെയ്യും അങ്ങോട്ട് പോയി കഴിഞ്ഞാല്. അന്ന ഞങ്ങളുടെ ക്യൂട്ട് ലവിങ് ഒരു കുഞ്ഞു കുട്ടിയായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഫീൽ ചെയ്യുന്നുള്ളൂ. അവളുടെ കല്യാണം കഴിയുന്നത് അറിയത്തില്ല, അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോ എന്റെ ഫ്ലവറുകളായിരുന്നു അവള്. ഇപ്പൊ അവളുടെ കല്യാണമായി. എന്തായാലും ഹാപ്പി ഫോർ ദം, ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ആക്ച്വലി കോളേജ് ഫ്രണ്ട്സ് ആണ്. അപ്പം പക്ഷേ കോളേജ് ഫ്രണ്ട്സിലായിരുന്നു ഞങ്ങളിവിടെ വന്നത്. പക്ഷെ ഒരു 3-4 ഡേയ്സ് ഞങ്ങളിവിടെ നിന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഒരു ഫാമിലി പോലെ ഇവിടുത്തെ എല്ലാ കസിൻസിനെയും ആൻറ്റിമാർ അങ്കിൾമാരെല്ലാം ഞങ്ങളെല്ലാവരും ഭയങ്കര ഒരു സിങ്കായി എല്ലാവരുമായിട്ട്. പിന്നെ അന്നമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഗാങ്ങിൽ ഒരു ഫസ്റ്റ് കല്യാണമാണ്. അപ്പം എന്താ പറയുക, ഞങ്ങൾക്ക് ഒട്ടും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അവൾ കെട്ടിപ്പോവാണെന്നുള്ളത്. പിന്നെ എന്നാലും അവൾക്ക് കിട്ടിയിരിക്കുന്നത് എടുത്ത ബെസ്റ്റിനെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് അവളുടെ കാര്യത്തിൽ. ഞങ്ങൾക്ക് ഉറപ്പാണ്. ആക്ച്വലി അന്നമ്മ എന്ന് പറയുന്നത് ഒട്ടും ഒരു വലിയൊരാളുടെ ഒരു ഇതല്ല, ഭയങ്കര കുഞ്ഞു കുട്ടിയാണ്. അവളെ നമ്മളെപ്പോഴും ഒരു പാമ്പർ ചെയ്ത് നിർത്തേണ്ട ഒരു ടൈപ്പാണ്. അപ്പോൾ അവൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് അവളെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്ന ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. എക്സാക്ട്ലി ഇതിനു വേണ്ടി മെയ്ഡ് ചെയ്ത ഒരാളാണ് അന്നമ്മ. എക്സാക്ട്ലി അത് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ എനിക്ക് ബ്രദർ ചില സമയത്തൊക്കെ അവരെ കാണുമ്പോൾ ക്യൂട്ട് കപ്പിൾ അല്ല, കുറച്ച് ഇവര് കാണിക്കുന്ന ഒരു കെട്ടാൻ പോകുന്നത് തന്നെയാണോ. എക്സാക്ട്ലി ക്യൂട്ട് കപ്പിളാണ്. ശരിക്കും അന്നമ്മ എന്താ പറയാ, ബാക്കി എല്ലാവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോരോ ഇതായിട്ട് പരിപാടിയായിട്ട് നടക്കും. പക്ഷെ അന്നമ്മയുടെ ഒരു കല്യാണം എന്നുള്ള രീതി പോലെയാണ് ഡാൻസ് ഒക്കെ കളിച്ചത് പോലും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കല്യാണമാണെങ്കിലും മധുരം വെപ്പാണെങ്കിലും എല്ലാത്തിനും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഫുൾ അവൾ തന്നെ പ്ലാൻ ചെയ്ത് അവള് നല്ല പോലെ എൻജോയ് ചെയ്തിട്ട് അവളുടെ കല്യാണം അവൾ ആഘോഷിച്ചു, അങ്ങനെ വേണം പറയാൻ. മേടിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങനെ തുപ്പി കളിക്കുന്നത് ചുമ്മാ ഒരു തുപ്പൽ ബന്ധമാണെന്ന് ഞങ്ങൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ച് അവളെ തുപ്പാൻ എങ്ങനെയാ മാറിയത്. ഞാൻ അവളെ വീണു, പിന്നെ പല്ലടിച്ചു, പക്ഷെ പല്ല് പൊട്ടിപ്പോയില്ല. അന്നമ്മയ്ക്കും